യൂണിറ്റ് 5 യുണൈറ്റഡ് വി സ്റ്റാൻഡ് അതിലെ ആക്ടിവിറ്റി ബുക്ക് നമുക്ക് നോക്കാം. അതിലെ ഫസ്റ്റ് ആക്ടിവിറ്റി ലുക്ക് അറ്റ് ദ പ്രൈസ് ലിസ്റ്റ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ഗിവൺ ബിലോ. ഇവിടെ ഒരു പ്രൈസ് ലിസ്റ്റ് വന്നിട്ടുണ്ട്, അത് നോക്കാൻ പറഞ്ഞിരിക്കുകയാണ്. എന്നിട്ട് ചുവടെ കൊടുത്ത ക്വസ്റ്റ്യൻസിനെല്ലാം ഉത്തരം എഴുതാൻ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. പ്രൈസ് ലിസ്റ്റ് നോക്കാം. പെൻസിൽ, പെന്ന്, ഇറേസർ, ഷാർപ്നർ, സ്കെയിൽ, അതിന്റെയൊക്കെ പ്രൈസ് നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ മച്ച് ഈസ് നീഡഡ് ടു ബൈ 1 ഷാർപ്നർ ആൻഡ് എ പെൻസിൽ എന്നാ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഒരു ഷാർപ്നറും ഒരു പെൻസിലും വാങ്ങാനായിട്ട് എത്ര രൂപ വേണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ പ്രൈസ് ഓഫ് എ ഷാർപ്നർ എത്രയാണ് നോക്കൂ, 8 rupees ആണ്. ദെൻ പ്രൈസ് ഓഫ് എ പെൻസിൽ എത്രയാണ്, 7 rupees ആണ് അല്ലെ. പെൻസിലും ഷാർപ്നറും വാങ്ങാനായിട്ട് എത്ര രൂപ വേണം, എന്ത് ചെയ്താൽ മതി, 8 ഉം 7 ഉം ആഡ് ചെയ്താൽ മതി അല്ലെ. അപ്പൊ 8 + 7 ചെയ്യാം കേട്ടോ. 8 + 2 എന്ന് പറഞ്ഞാൽ 10 ആണ്, ബാക്കി 5 അല്ലെ. അപ്പൊ എത്രയാ, 15 അല്ലേ. 15 എന്ന് ബോക്സിൽ എഴുതുക. സുനിത paid 20 rupees and bought 2 things. What are the things she bought? സുനിത 20 രൂപ കൊടുത്തു, 2 സാധനങ്ങൾ വാങ്ങി എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഏതൊക്കെ സാധനങ്ങളാണ് അവള് വാങ്ങിയിട്ടുണ്ടാവുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ കേട്ടോ. 2 items ആണ് വാങ്ങിയിരിക്കുന്നത്. പേ ചെയ്തിരിക്കുന്ന എമൗണ്ട് 20 rupees ആണെന്ന് പറയുമ്പോൾ ഏതൊക്കെ 2 നമ്പേഴ്സ് ആഡ് ചെയ്താലാണ് 20 വരിക എന്ന് നോക്കിയാൽ മതി അല്ലെ. പ്രൈസ് ലിസ്റ്റ് നോക്കുക കേട്ടോ. അപ്പൊ പെൻസിൽ 7 എന്നുണ്ട്, നമുക്കറിയാം 7ന്റെ കൂടെ എത്ര ആഡ് ചെയ്താൽ 20 വരിക, 13 ആഡ് ചെയ്യണം. അപ്പൊ അത് പറ്റില്ല. അടുത്തത് നോക്കാം കേട്ടോ. 9 rupees ഉണ്ട്, 9ന്റെ കൂടെ എത്ര ആഡ് ചെയ്യണം, 20 വരാനായിട്ട് 11 വേണ്ട. വേറൊരു ഐറ്റത്തിനും 11 rupees വരുന്നില്ല. അടുത്തത് നോക്കുക, ഇറേസർ 4 rupees ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. 4 rupeesന്റെ കൂടെ എത്ര ആഡ് ചെയ്താലാണ് 20 rupees വരിക, 16 ആഡ് ചെയ്യണം അല്ലെ. അപ്പൊ 16 എന്ന് പ്രൈസ് വരുന്ന വേറെ ഏതെങ്കിലും ഐറ്റം ഉണ്ടോ, ഇല്ല. അടുത്തത് ഷാർപ്നർ 8 rupees എന്ന് പറഞ്ഞിട്ടുണ്ട്. 8ന്റെ കൂടെ എത്ര ആഡ് ചെയ്താലാണ് 20 rupees വരിക, 12 ആണ് അല്ലെ. അവിടെ 12 rupeesന്റെ സ്കെയിൽ ഉണ്ട്. അപ്പൊ ഏതൊക്കെ ഐറ്റംസ് ആയിരിക്കും സുനിത വാങ്ങിയിട്ടുണ്ടാവുക, ഷാർപ്നറും സ്കെയിലും ആണ് അല്ലെ. അവിടെ എഴുതുക കേട്ടോ, ഷാർപ്നർ ആൻഡ് സ്കെയിൽ. അടുത്ത ക്വസ്റ്റ്യൻ, റീഹ bought 3 different things for 20 rupees. What are the things she bought? റീഹ 20 രൂപയ്ക്ക് 3 വ്യത്യസ്ത സാധനങ്ങൾ വാങ്ങി എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഏതൊക്കെ ഐറ്റംസ് ആയിരിക്കും റീഹ വാങ്ങിയിട്ടുണ്ടാവുക എന്നാണ് കേട്ടോ ക്വസ്റ്റ്യൻ. ഏതൊക്കെ 3 നമ്പേഴ്സ് ആഡ് ചെയ്താലാണ് 20 rupees വരിക നോക്കിയാൽ മതി അല്ലെ. പെൻസിലും പെന്നിന്റെ റേറ്റും ഇറേസറിന്റെ റേറ്റും കൂടി ഒന്ന് ആഡ് ചെയ്ത് നോക്കാം കേട്ടോ. 7ന്റെ കൂടെ 9 ആഡ് ചെയ്യുന്നു പറഞ്ഞാൽ നമുക്കറിയാം 9ന്റെ കൂടെ 1 ആഡ് ചെയ്താൽ 10 ആയി. 10ന്റെ കൂടെ ഒരു 6 കൂടി 16 ആയില്ലേ. പിന്നെ 16ന്റെ കൂടെ ഒരു 4 ആഡ് ചെയ്താൽ എത്രയാ, 20 ആയല്ലോ. അപ്പൊ ഏതൊക്കെ 3 ഐറ്റംസ് ആയിരിക്കും വാങ്ങിയിട്ടുണ്ടാവുക, പെൻസില്, പെന്ന്, ഇറേസർ. ആദ്യത്തെ 3 തന്നെ നോക്കിയപ്പോ തന്നെ 20 rupeesന്റെ ഐറ്റംസ് കിട്ടി. ഇപ്പൊ മാറ്റിയിട്ടൊക്കെ തരൂ കേട്ടോ. ചുവടെയുള്ള ഐറ്റംസ് ആയിരിക്കും ചിലപ്പോ ആഡ് ചെയ്ത് നോക്കണ്ട. അപ്പൊ അങ്ങനെ ചെയ്ത് നോക്കണം കേട്ടോ. ഇവിടെ ഏതൊക്കെ 3 നമ്പേഴ്സ് ആഡ് ചെയ്താലാണ് 20 rupees വരിക എന്നാ നോക്കേണ്ടത് കേട്ടോ. ഫസ്റ്റ് 3 ഐറ്റംസിന്റെ പ്രൈസ് ആഡ് ചെയ്തപ്പോ നമുക്ക് 20 rupees കിട്ടി. അപ്പൊ അങ്ങനെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് 3 ഐറ്റംസ് നോക്കുക കേട്ടോ. അങ്ങനെ മാറ്റി മാറ്റി ആഡ് ചെയ്ത് നോക്കണം കേട്ടോ. സാജൻ ബോട്ട് 3 sharpeners. How many erasers can be bought for the same amount? അതായത് സാജൻ 3 ഷാർപ്നേഴ്സ് വാങ്ങി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതേ തുകയ്ക്ക് എത്ര ഇറേസർ വാങ്ങാൻ കഴിയും എന്നാണ് കേട്ടോ ക്വസ്റ്റ്യൻ. സാജൻ ഷാർപ്നർ 3 എണ്ണം വാങ്ങി എന്ന് പറഞ്ഞാല് എത്ര എമൗണ്ട് ആയിരിക്കും പേ ചെയ്യേണ്ടി വരിക, എന്ത് ചെയ്താൽ മതി, 8 + 8 + 8 ചെയ്താൽ മതി അല്ലെ. 8 + 8 എന്ന് പറഞ്ഞാൽ 16 ആയി. 16ന്റെ കൂടെ പിന്നെ ഒരു 8 ആഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ആദ്യം 4 ആഡ് ചെയ്യുക, 20 ആയി. 20ന്റെ കൂടെ ഒരു 4 കൂടി വന്നാൽ 24 ആണ് അല്ലെ. അപ്പൊ ഈ 24 rupeesന് എത്ര ഇറേസർ വാങ്ങാൻ കഴിയും എന്നാണ് കേട്ടോ. ഇറേസറിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 4 rupees ആണ്. അപ്പൊ 24 രൂപയ്ക്ക് എത്ര ഇറേസർ വാങ്ങാൻ കഴിയും, 4 ആഡ് ചെയ്ത് വന്നാൽ മതി അല്ലേ. 4 + 4 എന്ന് പറഞ്ഞാൽ 8 ആയി. 8 + 4 എന്ന് പറഞ്ഞാൽ എത്രയായി, 12 ആയി. 12 + 4 എത്രയാ, 16 ആണ്. 16 + 4 എന്ന് പറഞ്ഞാൽ എത്രയാ, 20 ആയി. 20 + 4 24 ആയി. എത്ര 4കൾ ഇപ്പൊ നമ്മൾ ആഡ് ചെയ്തു, 6 4s അല്ലെ. അപ്പൊ 6 ഇറേസർ വാങ്ങാൻ കഴിയും. ബോക്സിൽ 6 എന്ന് ആൻസർ എഴുതുക കേട്ടോ. ആക്ടിവിറ്റി മോർ ആൻഡ് ലെസ് ആണ്. കംപ്ലീറ്റ് ദ നമ്പർ പാറ്റേൺസ് എന്നാണ് കേട്ടോ. നമ്പർ പാറ്റേൺസ് കംപ്ലീറ്റ് ചെയ്യാം. ഫസ്റ്റ് നോക്കുക എങ്ങനെ തന്നിരിക്കുന്ന നമ്പേഴ്സ് എങ്ങനെയാ, 78, അത് കഴിഞ്ഞ 80, അത് കഴിഞ്ഞ 82. ഇവിടെ എങ്ങനെയാ ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. എത്ര വെച്ചിട്ടാണ് കൂടുന്നത്, 78 കഴിഞ്ഞാൽ 80 ആയി. അപ്പൊ എത്രയാ, 2 ആണല്ലേ ഇൻക്രീസ് ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞാൽ 80 കഴിഞ്ഞാൽ 82 തന്നിരിക്കുന്നത്, അവിടെയും 2 ആണ് ഇൻക്രീസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നെക്സ്റ്റ് എങ്ങനെയാ എഴുതുക, 82ന്റെ കൂടെ 2 ആഡ് ചെയ്യണം അല്ലെ. അപ്പൊ എത്രയാ വരിക, 84 എന്ന് നെക്സ്റ്റ് എഴുതുക. അടുത്തത് എന്താണ്, 84ന്റെ കൂടെ 2 ആഡ് ചെയ്യണം. അപ്പൊ 86 എന്ന് നെക്സ്റ്റ് എഴുതുക കേട്ടോ. ഇനി ചുവടെ തന്നിരിക്കുന്നത് നോക്കാം, 73, 75, 77. ഇവിടെ എങ്ങനെയാണ് ഇൻക്രീസ് തന്നെയാണ് ചെയ്യുന്നത്. എത്ര വെച്ചിട്ടാ കൂടുന്നത്, 2 വെച്ചിട്ട് തന്നെയാണ് കൂടുന്നത് അല്ലെ.
അപ്പൊ 73 കഴിഞ്ഞിട്ട് 75 തന്നിട്ടുണ്ട്, 75 കഴിഞ്ഞിട്ട് 77 തന്നിട്ടുണ്ട്. 77ന്റെ കൂടെ 2 ആഡ് ചെയ്താല് 79, 79ന്റെ കൂടെ 2 ആഡ് ചെയ്താല് 81. അങ്ങനെ എഴുതുക കേട്ടോ. അടുത്തത് 36, 40, 44 എന്നാണ് തന്നിരിക്കുന്നത് അല്ലെ. ഇവിടെ എങ്ങനെ ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കുക ചെയ്യുന്നത്, എത്ര വെച്ചിട്ടാണ് ഇൻക്രീസ് ചെയ്യുന്നത്, 4 വെച്ചിട്ടാണ് ഇൻക്രീസ് ചെയ്യുന്നത് അല്ലെ. 36ന്റെ കൂടെ 4 ആഡ് ചെയ്താലല്ലേ 40 കിട്ടുക, 40യുടെ കൂടെ 4 ആഡ് ചെയ്താല് 44, 44ന്റെ കൂടെ 4 ആഡ് ചെയ്തിട്ട് സർക്കിളിൽ എഴുതുക കേട്ടോ. 44 + 4 എത്രയാ, 48. അടുത്തത് 48ന്റെ കൂടെ 4 ആഡ് ചെയ്യുക, അപ്പൊ എത്രയാ വരിക, 52. നെക്സ്റ്റ് സർക്കിളിൽ എഴുതുക. അടുത്തത് 52ന്റെ കൂടെ 4 ആഡ് ചെയ്യുക, 56 എന്ന് നെക്സ്റ്റ് എഴുതാം. അടുത്തത് 56ന്റെ കൂടെ 4 ആഡ് ചെയ്യുക, 60 എന്ന് എഴുതാം. അടുത്തത് 60യുടെ കൂടെ 4 ആഡ് ചെയ്യുക, 64. 64ന്റെ കൂടെ 4 ആഡ് ചെയ്യുക, 68. 68ന്റെ കൂടെ 4 ആഡ് ചെയ്യുക, 72 എന്ന് എഴുതുക കേട്ടോ. അടുത്തത് നോക്കാം, 80, 86, 92. ഇവിടെ എങ്ങനെയാ, എത്ര വെച്ചിട്ടാ കൂടുന്നത്, 80യുടെ കൂടെ 6 ആഡ് ചെയ്തപ്പോ 86 ആയി. 86ന്റെ കൂടെ 6 ആഡ് ചെയ്തപ്പോ 92 കിട്ടി. 92ന്റെ കൂടെ നമ്മൾ ഇനി എത്ര ആഡ് ചെയ്യേണ്ടത്, 6 ആഡ് ചെയ്യണം അല്ലേ. അപ്പൊ എത്രയാ വരിക, 98 കിട്ടും. ഇനി 98ന്റെ കൂടെ 6 ആഡ് ചെയ്യുക, അപ്പൊ എത്ര കിട്ടുക, 104 കിട്ടും അല്ലെ. അടുത്തത് 104ന്റെ കൂടെ 6 ആഡ് ചെയ്താല് എത്ര വരിക, 110 വരും അല്ലെ. 110 എന്ന് അവിടെ എഴുതുക. അടുത്തത് നോക്കാം, 63, 68, 73 എന്ന് തന്നിരിക്കുന്നത് അല്ലെ. ഇവിടെ എത്ര വെച്ചിട്ടാ കൂടുന്നത്, 5 വെച്ചിട്ടാണ് കൂടുന്നത്. 63യുടെ കൂടെ 5 ആഡ് ചെയ്താലല്ലേ 68 കിട്ടുക. 68ന്റെ കൂടെ 5 ആഡ് ചെയ്തപ്പോ 73 കിട്ടി. അടുത്തത് നമ്മൾ എന്ത് ചെയ്യണം, 73യുടെ കൂടെ 5 ആഡ് ചെയ്യണം അല്ലെ. 78 എന്ന് എഴുതാം. അടുത്തത് 78ന്റെ കൂടെ 5 ആഡ് ചെയ്യുക, അപ്പൊ എത്ര കിട്ടും, 83 കിട്ടും. 83 എന്ന് എഴുതാം. അടുത്ത 60, 65, 70. ഇവിടെ എത്ര വെച്ചിട്ടാ കൂടുന്നത്, 5 വെച്ചിട്ട് തന്നെ അല്ലേ. 60ന്റെ കൂടെ 5 ആഡ് ചെയ്തപ്പോ 65. 65ന്റെ കൂടെ 5 ആഡ് ചെയ്താൽ 70. ഇനി 70ന്റെ കൂടെ 5 ആഡ് ചെയ്യുക, 75. 75ന്റെ കൂടെ 5 ആഡ് ചെയ്യുക, 80. 80യുടെ കൂടെ 5 ആഡ് ചെയ്യുക, 85. അങ്ങനെ എഴുതി കംപ്ലീറ്റ് ചെയ്യുക കേട്ടോ. ആഡ് ദ നമ്പേഴ്സ് ഇൻ ദ സർക്കിൾസ് ആൻഡ് റൈറ്റ് ദ സം ഇൻ ദ ബോക്സ്. സർക്കിൾസിലുള്ള നമ്പേഴ്സ് ആഡ് ചെയ്തിട്ട് ബോക്സിൽ എഴുതാനാ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് ഫസ്റ്റ് എന്ത് ചെയ്യാം, 12ഉം 47ഉം കൂടി ആഡ് ചെയ്തിട്ട് അതിന്റെ സമ്മ ബോക്സിൽ എഴുതാൻ വേണ്ട. 12 + 47 ചെയ്യാനായിട്ട് എന്ത് ചെയ്യുക, 10s ആഡ് ചെയ്യാം. 10ഉം 40ഉം എത്രയാ, 50. ദെൻ 1s ആഡ് ചെയ്യുക, 7ഉം 2ഉം എന്ന് പറഞ്ഞാൽ എത്രയാണ്, 9. അപ്പൊ എത്രയാ വരിക, 59 എന്ന് ബോക്സിൽ എഴുതുക കേട്ടോ. 47ഉം 50 ആഡ് ചെയ്യുക, 47ന്റെയും 50ന്റെയും ഇടയിലുള്ള ബോക്സിൽ എഴുതുക കേട്ടോ. 50യുടെ കൂടെ 40 വന്നാൽ എത്രയാ, 90 ആയി. 90യുടെ കൂടെ 7 വന്നാൽ 97. അടുത്തത് 50ഉം 19ഉം ആഡ് ചെയ്യുക കേട്ടോ. 50യുടെ കൂടെ 10 ആഡ് ചെയ്താല് 60, 60യുടെ കൂടെ 9 ആഡ് ചെയ്താല് 69 ബോക്സിൽ എഴുതുക കേട്ടോ. അടുത്തത് 19ഉം 38ഉം ആഡ് ചെയ്യുക. 30 + 10 എത്രയാണ്, 40. ദെൻ 8ഉം 9ഉം ആഡ് ചെയ്യുക, എത്രയാ കിട്ടുക, 17 കിട്ടും അല്ലെ. അപ്പൊ 40യുടെ കൂടെ 17 ആഡ് ചെയ്താൽ എത്രയാണ്, 40യുടെ കൂടെ 10 ആഡ് ചെയ്താല് 50. 50യുടെ കൂടെ 7 ആഡ് ചെയ്താൽ 57 കേട്ടോ. ബോക്സിൽ എഴുതുക. അടുത്തത് 38ഉം 26ഉം കൂടി ആഡ് ചെയ്യാം. 30ഉം 20ഉം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും, 50 കിട്ടും. ദെൻ 8ഉം 6ഉം ആഡ് ചെയ്താൽ എത്ര കിട്ടും, 14 കിട്ടും. 50യുടെ കൂടെ 14 ആഡ് ചെയ്താൽ എത്രയാണ്, 50യുടെ കൂടെ 10 ആഡ് ചെയ്താൽ 60. 60യുടെ കൂടെ 4 ആഡ് ചെയ്താൽ 64 കേട്ടോ. അടുത്തത് 47ഉം 38ഉം ആഡ് ചെയ്യാണ് വേണ്ട. 40ഉം 30ഉം ആഡ് ചെയ്താൽ എത്രയാ കിട്ടുക, 70 കിട്ടും. 7ഉം 8ഉം ആഡ് ചെയ്താൽ 15 കിട്ടും. 70ഉം 15ഉം ആഡ് ചെയ്താൽ എത്രയാണ്, 70യുടെ കൂടെ 10 വന്നാൽ 80. 80യുടെ കൂടെ 5 വന്നാൽ 85. ഇനി 12ഉം 26ഉം ആണ് കേട്ടോ. 12ഉം 26ഉം കൂടി ആഡ് ചെയ്താൽ എത്രയാ വരിക, 10ഉം 20ഉം കൂടി ആഡ് ചെയ്യുക, 30 കിട്ടും. ദെൻ 6ഉം 2ഉം എത്രയാണ്, 8. അപ്പൊ എത്രയാ വരിക, 38 കേട്ടോ. അടുത്തത് റൈറ്റ് നമ്പേഴ്സ് ഇൻ ഓർഡർ ഇൻസൈഡ് ദ സർക്കിൾസ്. സർക്കിൾസിന്റെ ഉള്ളില് നമ്പേഴ്സ് ക്രമത്തിൽ എഴുതാനാ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അവിടെ നമുക്ക് 8, 16, 24 എന്ന് തന്നിട്ടുണ്ട്. ഇവിടേക്ക് എങ്ങനെയാ, 8, 8, 8 വെച്ച് കൂടുവാണല്ലേ. 8ന്റെ കൂടെ 8 ആഡ് ചെയ്തപ്പോ 16 കിട്ടി. 16ന്റെ കൂടെ 8 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 24. 24ന്റെ കൂടെ 8 ആഡ് ചെയ്യുക, 32 കിട്ടും. 32 നെക്സ്റ്റ് സർക്കിളിൽ എഴുതുക. 32ന്റെ കൂടെ 8 ആഡ് ചെയ്യുക, അപ്പൊ എത്ര കിട്ടും, 40. 40 എന്ന് നെക്സ്റ്റ് സർക്കിളിൽ എഴുതുക. ഇനി 40യുടെ കൂടെ 8 ആഡ് ചെയ്യുക, അപ്പൊ 48 കിട്ടും. അടുത്ത സർക്കിളിൽ എഴുതുക. ദെൻ 48ന്റെ കൂടെ 8 ആഡ് ചെയ്യുക, അപ്പൊ എത്ര കിട്ടുക, 56 കിട്ടും. 56 എന്ന് നെക്സ്റ്റ് സർക്കിളിൽ എഴുതുക. അടുത്തത് 56ന്റെ കൂടെ 8 ആഡ് ചെയ്യുക, അപ്പൊ 64 എന്ന് കിട്ടും. അങ്ങനെ എഴുതിയിട്ട് കംപ്ലീറ്റ് ചെയ്യാട്ടോ. നിങ്ങൾ എണ്ണി നോക്കണം കേട്ടോ, ആൻസർ മാത്രം എഴുതി വെക്കരുതേ. നമ്പർ പെയേഴ്സ് ആണ് ഫ്രം 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30. Find pairs of numbers with sum 50 and write them in the circles. 20 തൊട്ടിട്ട് 30 വരെയുള്ള നമ്പേഴ്സിൽ നിന്ന് 50 എന്ന തുക വരുന്ന ജോഡി സംഖ്യകൾ കണ്ടെത്തിയിട്ട് വൃത്തങ്ങളിൽ എഴുതാൻ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. 20യുടെ കൂടെ എത്ര ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് 50 കിട്ടുക,
30 അല്ലേ, അവിടെ സർക്കിളിൽ എഴുതുക കേട്ടോ. 20 + 30 എന്ന്. 21ന്റെ കൂടെ എത്ര ആഡ് ചെയ്യണം 50 കിട്ടാനായിട്ട്? 29 അല്ലേ. 21 29 എന്ന് എഴുതുക. അത് 22ഉം 28ഉം ആഡ് ചെയ്താൽ 50 കിട്ടും. അത് സർക്കിൾസിൽ എഴുതുക കേട്ടോ. 22 + 28. 23യുടെ കൂടെ 27 ആഡ് ചെയ്താലല്ലേ 50 കിട്ടുക. അപ്പൊ 23 + 27 എന്ന് എഴുതാം. അടുത്തത് 24 ആണ്. 24ന്റെ കൂടെ എത്ര ആഡ് ചെയ്യണം 50 കിട്ടാനായിട്ട്? 26 ആണ് അല്ലെ. 24 + 26 50 ആണ്. അടുത്തത് 25 ആണ്. 50യുടെ ഹാഫ് അല്ലേ 25. അപ്പൊ 50 കിട്ടാനായിട്ട് 25ന്റെ കൂടെ എത്രയും കൂടെ ആഡ് ചെയ്യണം? 25 തന്നെ ആഡ് ചെയ്യണ്ടേ. 25 + 25 എന്ന് എഴുതുക കേട്ടോ. ഇനി വാട്ട് ഐ ഫൗണ്ട് എന്ന് ചോദിച്ചിട്ടുണ്ട്. എന്താണ് ഞാൻ കണ്ടെത്തിയത് കേട്ടോ. ഇതിൽ മൊത്തം 6 പെയേഴ്സ് ഉണ്ട് എന്ന് മനസ്സിലായി അല്ലേ. അതായത് 20 തൊട്ടിട്ട് 30 വരെ ഉള്ള നമ്പേഴ്സില് മൊത്തം 6 നമ്പർ പെയേഴ്സ് ഉണ്ട്. അതിന്റെ തുക 50 കിട്ടുന്നത് അല്ലെ. അത് എഴുതുക കേട്ടോ. There are 6 number pairs from 20 to 30 that add up to 50. അടുത്ത ആക്ടിവിറ്റി, റൈറ്റ് നമ്പേഴ്സ് ഫ്രം 1 to 50 ആസ് പെയേഴ്സ് വിത്ത് ദ സം 50. 1 തൊട്ടിട്ട് 50 വരെയുള്ള നമ്പേഴ്സിൽ ഏതൊക്കെ പെയേഴ്സിന്റെ തുകയാണ് 50 കിട്ടുന്നത്, ആ പെയേഴ്സുകൾ എഴുതാൻ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. നമുക്ക് എഴുതി പോവാം. ഫസ്റ്റ് 1ഉം 49ഉം ആഡ് ചെയ്യുമ്പോഴാണല്ലേ 50 കിട്ടുക. അത് എഴുതുക. അടുത്തത് 2ഉം 48ഉം. അടുത്തത് 3ഉം 47ഉം. അടുത്തത് 4ഉം 46ഉം. അടുത്തത് 5ഉം 45ഉം. 6ഉം 44ഉം. 7ഉം 43ഉം. 8ഉം 42ഉം. 9ഉം 41ഉം. 10ഉം 40ഉം. 11ഉം 39ഉം. 12ഉം 38ഉം. 13ഉം 37ഉം. 14ഉം 36ഉം. 15ഉം 35ഉം. 16ഉം 34ഉം. 17ഉം 33ഉം. 18ഉം 32ഉം. 19ഉം 31ഉം. 20ഉം 30ഉം. 21ഉം 29ഉം. 22ഉം 28ഉം. 23ഉം 27ഉം. 24ഉം 26ഉം. അവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് കേട്ടോ. വാട്ട് നമ്പർ ഈസ് ലെഫ്റ്റ് എന്ന്. ഏത് നമ്പറാണ് പെയർ ഇല്ലാതെ വന്ന നമ്പർ? ഒരു നമ്പർ മാത്രമേ ഉള്ളൂ അല്ലെ. ഏതാണ്? 25. അപ്പൊ ലെഫ്റ്റ് ഓവർ നമ്പർ ഏതാണ്? 25 ആണ് അല്ലെ. ഹൗ ഐ കാൽക്കുലേറ്റ് എന്ന് ചോദിച്ചിട്ടുണ്ട്. 1 തൊട്ട് 50 ഉള്ള നമ്പേഴ്സിലെ ഫസ്റ്റ് നമ്പറും ലാസ്റ്റ് നമ്പറും കൂടി ചേർന്ന് ആഡ് ചെയ്യുമ്പോഴാണല്ലേ 50 കിട്ടുന്നത്. സെക്കൻഡ് നമ്പറും ലാസ്റ്റ് നിൽക്കുന്ന സെക്കൻഡ് നമ്പറും ആഡ് ചെയ്തിട്ടാണ് നമുക്ക് 50 കിട്ടുന്നത്. അങ്ങനെയാണല്ലേ നമ്മൾ ചെയ്തു പോകുന്നത്. നെക്സ്റ്റ് ആക്ടിവിറ്റി, കണക്ട് ഈച്ച് നമ്പർ ടു ഡബിൾ ദ നമ്പർ. ഓരോ നമ്പറിനെയും അതിന്റെ ഇരട്ടിയായ നമ്പറിലേക്ക് കണക്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പൊ 18 ആണ് ഫസ്റ്റ് നമ്പർ. നമുക്ക് അവിടെ കാണിച്ചിട്ടുണ്ട്. 18ന്റെ ഡബിൾ എന്ന് പറഞ്ഞാൽ എത്ര? 36 ആണ്. അതായത് 10ഉം 10ഉം 20, 8ഉം 8ഉം 16ഉം. അപ്പൊ എത്രയാ? 20ഉം 16 പറഞ്ഞാൽ 36 കേട്ടോ. ഇനി അടുത്തത് 27 ആണ്. 27ന്റെ ഡബിൾ എന്ന് പറഞ്ഞാൽ 27 + 27 ചെയ്യണം അല്ലെ. അപ്പൊ 20ഉം 20ഉം എത്രയാണ്? 40. 7ഉം 7ഉം 14 ആണ്. 40 + 14 എന്ന് പറഞ്ഞാൽ 54 അല്ലേ. 54ലേക്ക് കണക്ട് ചെയ്യുക കേട്ടോ. അടുത്തത് 36 ആണ് അല്ലെ നമ്പർ. 36ന്റെ ഡബിൾ എന്ന് പറഞ്ഞാൽ 36 + 36 ചെയ്താൽ പോരെ. 30ഉം 30ഉം 60. 6ഉം 6ഉം 12. 60ഉം 12ഉം. 60 + 12 എത്രയാ? 72. 72ലേക്ക് കണക്ട് ചെയ്യാം. അടുത്തത് 47 ആണ്. 47ന്റെ ഡബിൾ എന്ന് പറഞ്ഞാൽ 40ഉം 40ഉം 80. 7ഉം 7ഉം 40. അപ്പൊ 80 + 14 94 ആണ് അല്ലെ. 94ലേക്ക് കണക്ട് ചെയ്യാം. അടുത്തത് 40 ആണ്. 40യുടെ ഡബിൾ എന്ന് പറഞ്ഞാൽ 40 + 40 എത്രയാ? 80. 80ലേക്ക് കണക്ട് ചെയ്യുക കേട്ടോ. അടുത്ത ആക്ടിവിറ്റി, വിച്ച് ഈസ് റൈറ്റ് വിച്ച് ഈസ് റോങ് എന്നാണ്. ഏതാണ് ശരി ഏതാണ് തെറ്റെന്നാണ് കേട്ടോ. മാർക്ക് ദി കറക്റ്റ് വൺസ് വിത്ത് എ ടിക്ക് മാർക്ക് ആൻഡ് റോങ് വൺസ് വിത്ത് എ ക്രോസ് മാർക്ക്. കറക്റ്റ് ദ റോങ് വൺസ് എന്നും പറഞ്ഞിട്ടുണ്ട്. ശരിയായതിനെ ടിക്ക് മാർക്ക് ഇടാനും തെറ്റായതിന് ക്രോസ് മാർക്ക് ഇടാനും തെറ്റായതിനെ ശരിയാക്കാനും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് നമ്പർ പാറ്റേൺസ് ആണ് തന്നിരിക്കുന്നത് കേട്ടോ. നമുക്ക് നോക്കാം. ഫസ്റ്റ് വണ്ണിലെ നമ്പർ പാറ്റേൺ കറക്റ്റ് ആണോ നോക്കൂ. 25, then 30, 35, 40, 50, 55. 25ന്റെ കൂടെ 5 ആഡ് ചെയ്തപ്പോ 30 കിട്ടി. 30യുടെ കൂടെ 5 ആഡ് ചെയ്തപ്പോ 35. 35ന്റെ കൂടെ 5 ആഡ് ചെയ്തപ്പോ 40. 40യുടെ കൂടെ 5 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 50 ആണോ കിട്ടുക? അല്ല അല്ലെ. 45 അല്ലേ. അപ്പൊ തെറ്റല്ലേ. അപ്പൊ അവിടെ ക്രോസ് മാർക്ക് ഇടുക കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്യണം? നിങ്ങൾ അത് തിരുത്തണം കേട്ടോ. 40 കഴിഞ്ഞാല് 45 ആണ് വരിക. 45 കഴിഞ്ഞപ്പോ എന്താ വരിക? 50 വരൂ അല്ലെ. അടുത്തത് നോക്കാം. 12, 20, 28, 36, 44, 52. ഇവിടെ എങ്ങനെയാ? 12ന്റെ കൂടെ എത്ര ആഡ് ചെയ്യുമ്പോഴാ 20 കിട്ടുക? 8 ആഡ് ചെയ്യുമ്പോ. 20യുടെ കൂടെ 8 ആഡ് ചെയ്താൽ 28 തന്നെയല്ലേ. അത് കറക്റ്റ് ആണ്. 28ന്റെ കൂടെ 8 ആഡ് ചെയ്താലോ എത്രയാ വരിക? 36 തന്നെ വരിക അല്ലെ. 36ന്റെ കൂടെ 8 ആഡ് ചെയ്യാം. അപ്പൊ എത്രയാ വരിക? 44 അല്ലേ വരിക. ഇനി 44ന്റെ കൂടെ 8 ആഡ് ചെയ്താലോ എത്രയാ വരിക? 52 അല്ലേ. അപ്പൊ അത് കറക്റ്റ് ആണല്ലേ. അപ്പൊ ടിക്ക് മാർക്ക് ഇടുക കേട്ടോ. അടുത്തത് 9, 19, 29, 39, 49, 59. 10 10 വെച്ചിട്ടാ ഇൻക്രീസ് ചെയ്യുന്നത് അല്ലെ.
അതായത് 9ന്റെ കൂടെ 10 ആഡ് ചെയ്താൽ 19, 19ന്റെ കൂടെ 10 ആഡ് ചെയ്യുമ്പോൾ തന്നെ 29 അല്ലേ കിട്ടുക. കറക്റ്റ് ആണ്. 29ന്റെ കൂടെ 10 ആഡ് ചെയ്താൽ 39 തന്നെയാണ്. 39ന്റെ കൂടെ 10 ആഡ് ചെയ്താൽ 49 ആണ്. 49ന്റെ കൂടെ 10 ആഡ് ചെയ്താൽ 59 ആണ്. അപ്പൊ അത് കറക്റ്റ് ആണ് അല്ലേ. കറക്റ്റ് പാറ്റേൺ ആണ്. ടിക്ക് മാർക്ക് ഇടുക കേട്ടോ. അടുത്ത പാറ്റേൺ നോക്കാം. ഇവിടെ 32, 44, 56, 60, 74, 84 ഇങ്ങനെയല്ലേ തന്നിരിക്കുന്നത്. ഇവിടെ എങ്ങനെയാ 32 കഴിഞ്ഞാൽ 44 ആണല്ലേ ആയിരിക്കുന്നത്. വൺസ് പ്ലേസിൽ 2 വെച്ച് ഇൻക്രീസ് ചെയ്തിരിക്കുന്നു. ടെൻസ് പ്ലേസിൽ 1 വെച്ചിട്ട് അല്ലെ. അപ്പൊ 12 ആണ് കൂടിയിരിക്കുന്നത്. ദെൻ അടുത്തതിലോ, അടുത്തതും എങ്ങനെ തന്നെയാണ്. 12 തന്നെയല്ലേ കൂടിയിരിക്കുന്നത്. 45, 56 ആയിരിക്കുന്നത്. അടുത്തത് എങ്ങനെയാ വരുന്നത്, 60 ആണ് ആയിരിക്കുന്നത്. ഇവിടെ 56ന്റെ കൂടെ 4 ആഡ് ചെയ്താലല്ലേ 60 കിട്ടുക. 56ന്റെ കൂടെ 12 അല്ലേ ആഡ് ചെയ്യേണ്ടത്. 12 ആഡ് ചെയ്താൽ എത്രയാ കിട്ടുക, 68 ആയിരുന്നു കിട്ടേണ്ടത് അല്ലെ. അപ്പൊ അതൊക്കെ തെറ്റല്ലേ. ക്രോസ് മാർക്ക് ഇടുക കേട്ടോ. ഇത് നമുക്ക് അത് കറക്റ്റ് ചെയ്യാം. അടുത്ത എത്ര വരിക, 68 ആണ് വരിക. 68ന്റെ കൂടെ 12 ആഡ് ചെയ്യണം. അപ്പൊ എത്ര കിട്ടുക, 80 കിട്ടും. 80ന്റെ കൂടെ 12 ആഡ് ചെയ്താൽ 92 എന്ന് എഴുതിയിട്ട് കറക്റ്റ് ചെയ്യുക കേട്ടോ. അടുത്ത പാറ്റേൺ 57, 62, 67, 72, 77, 80. ഇവിടെ എങ്ങനെയാ 57ന്റെ കൂടെ 5 ആഡ് ചെയ്താലാണല്ലേ 62 കിട്ടുക. 62ന്റെ കൂടെ 5 ആഡ് ചെയ്താൽ 67 ആണ്. 67ന്റെ കൂടെ 5 ആഡ് ചെയ്താൽ 72. 72ന്റെ കൂടെ 5 ആഡ് ചെയ്താൽ 77. 77ന്റെ കൂടെ 5 ആഡ് ചെയ്താൽ 82 തന്നെയാണ് അല്ലെ. കറക്റ്റ് പാറ്റേൺ ആണ്. അപ്പൊ ടിക്ക് മാർക്ക് ഇടുക കേട്ടോ. അടുത്തത് മാർക്ക് ദ കറക്റ്റ് കാൽക്കുലേഷൻസ് വിത്ത് എ ടിക്ക് മാർക്ക് ആൻഡ് റോങ് കാൽക്കുലേഷൻസ് വിത്ത് ക്രോസ് മാർക്ക് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ശരിയായ കണക്കൂട്ടലുകൾക്ക് ടിക്ക് മാർക്ക് ഇടാനും തെറ്റായതിന് ക്രോസ് മാർക്ക് ഇടാനോ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഫസ്റ്റ് നമുക്ക് നോക്കാം. 48 + 32 = 40 + 30 + 10 = 80 എന്നാണ് തന്നിരിക്കുന്നത് അല്ലെ. 48 + 32 40 + 30, then 8 + 2 10 അല്ലേ. അങ്ങനെ 40 + 30 + 10 80. അത് കറക്റ്റ് അല്ലേ. അപ്പൊ ടിക്ക് മാർക്ക് ഇടുക കേട്ടോ. അടുത്തത് 57 + 68 = അതിനെങ്ങനെയാ സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നത്, അവിടെ 50 + 50 + 7 + 8 എന്നായിരിക്കുന്നത് അല്ലെ. കറക്റ്റ് ആണോ, തെറ്റാണ് അല്ലെ. 50 + 60 + 7 + 8 എന്നല്ലേ എഴുതേണ്ടത്. = 125. ഇവിടെ 50 അല്ല വരിക കേട്ടോ, 60 ആണ് വരിക. 50 + 6 തെറ്റാണത്. ക്രോസ് മാർക്ക് ഇടുക കേട്ടോ. ഇവിടെ ചുവടെ ഹൗ ഐ കറക്റ്റഡ് ദ റോങ് ആൻസേഴ്സ് എന്ന് ചോദിച്ചിട്ടുണ്ട്. തെറ്റായ ആൻസേഴ്സ് എങ്ങനെയാണ് കറക്റ്റ് ചെയ്തതെന്ന് ചോദിച്ചിട്ടുണ്ട്. അത് അവിടെ എഴുതണം കേട്ടോ. 57 + 68 = 50 + 60 + 7 + 8 = 125 എന്ന് എഴുതണം കേട്ടോ. അടുത്തത് നോക്കാം. 36 + 64 ആണ്. 36 + 64 എങ്ങനെയാ ചെയ്തിരിക്കുന്നത്, = 36 + 60 + 6 + 4 എന്നാ ചെയ്തിരിക്കുന്നത് അല്ലെ. = 116 എന്നാണ് തന്നിരിക്കുന്നത്. നമുക്കറിയാം 36 + 64 എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി, 30 + 60 ചെയ്യാം. അപ്പൊ 90 കിട്ടും. 6 + 4 എന്ന് പറഞ്ഞാൽ 10 കിട്ടും. 90 + 10 100 ആണ് വരിക അല്ലെ. ഇത് റോങ് കാൽക്കുലേഷൻ അല്ലേ. ഇത് ചെയ്തിരിക്കുന്നത് 36 + 60 + 6 + 4 എന്ന് ചെയ്തിരിക്കുന്നു അല്ലെ. 2 വർഷം 6 ആഡ് ചെയ്തിരിക്കുന്നു അല്ലെ. അപ്പൊ 116 എന്നാണ് ആൻസർ കിട്ടിയിരിക്കുന്നത്. റോങ് ആൻസർ ആണ്, തെറ്റിടുക കേട്ടോ. എന്നിട്ട് നമുക്ക് കറക്റ്റ് ചെയ്യണേ. ഹൗ ഐ കറക്റ്റഡ് ദ റോങ് ആൻസേഴ്സ് ബോക്സ് വന്നിട്ടില്ലേ, അവിടെ അത് കറക്റ്റ് ചെയ്ത് എഴുതണം. അപ്പൊ എങ്ങനെയാ എഴുതുക, 36 + 64 = 30 + 60 + 6 + 4 എന്ന് എഴുതുക കേട്ടോ. = 100 എന്ന് എഴുതുക കേട്ടോ. അടുത്തത് 19 + 79 ആണ്. അതെങ്ങനെയാ ചെയ്തിരിക്കുന്നത്, 19 + 79 = 20 + 70 + 8 = 98 എന്നാ തന്നിരിക്കുന്നത്. അതായത് 19 + 79നെ 20 + 70 + 8 എന്നായിരിക്കുന്നത് അല്ലെ. അതായത് 20 എങ്ങനെ കിട്ടിയത്, 19ന്റെ കൂടെ 79ൽ ഒരു 1 എടുത്തു കേട്ടോ. അപ്പൊ എത്രയാ വരിക, 20 ആവൂലോ. 20ന്റെ കൂടെ 70 ആഡ് ചെയ്തു, പിന്നെ ഒരു 8 ആഡ് ചെയ്തു. അപ്പൊ എത്രയാ വരിക, 98 അല്ലേ. കറക്റ്റ് ആൻസർ ആണ് കേട്ടോ. അപ്പൊ ടിക്ക് മാർക്ക് ഇടുക. അടുത്ത ആക്ടിവിറ്റി ഫൈൻഡ് ദ ആൻസേഴ്സ് ആൻഡ് കളർ അക്കോർഡിംഗ് ടു ദ ആൻസർ എന്നാ പറഞ്ഞിരിക്കുന്നത്. അതായത് ഉത്തരം കണ്ടെത്തിയിട്ട് ആൻസറിനനുസരിച്ചിട്ട് നിറം കൊടുക്കാനാ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ആ നിറം കൊടുക്കേണ്ടത് എങ്ങനെയാന്നുള്ളത് ചുവടെ തന്നിട്ടുണ്ട്. സമ്മ 39 ആണ് കിട്ടിയെന്നുണ്ടെങ്കിൽ കളറ് യെല്ലോ കളർ കൊടുക്കാം. സമ്മ 38 അല്ലെങ്കിൽ സമ്മ 49 ആണ് കിട്ടിയെന്നുണ്ടെങ്കിൽ റെഡ് കളർ കൊടുക്കാം. അല്ലെങ്കിൽ സമ്മ 79, 75 അങ്ങനെയാണ് കിട്ടിയെന്നുണ്ടെങ്കിൽ ഗ്രീൻ കളർ കൊടുക്കാനാ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് ഓരോന്നിന്റെയും സമ്മ നോക്കാം. ഫസ്റ്റ് വൺ 15 + 23 ആണ്. എത്രയാ വരിക, 10 + 20 30, 5 + 3 8 അല്ലെ. അപ്പൊ 30 + 8 38. ഏത് നിറ കൊടുക്കേണ്ടത്, 38നും 49നും റെഡ് കളർ ആണ് അല്ലെ. അപ്പൊ റെഡ് കളർ കൊടുക്കുക കേട്ടോ. അടുത്തത് 36 + 43 ആണ്. 30 + 40 എന്ന് പറഞ്ഞാല് 70, 6 + 3 എന്ന് പറഞ്ഞാൽ 9. അപ്പൊ എത്രയാ, 70 + 9 79 അല്ലേ. 79 ഏത് നിറ കൊടുക്കേണ്ടത്, ഗ്രീൻ കളർ ആണ് കേട്ടോ. ഗ്രീൻ കളർ എന്ന് കൊടുക്കുക. അടുത്തത് 18 + 21 ആണ്. 10 + 20 എന്ന് പറഞ്ഞാൽ 30, 8 + 1 എന്ന് പറഞ്ഞാൽ 9. അപ്പൊ 30 + 9 39 ആണ്.
യെല്ലോ കളർ കൊടുക്കുക കേട്ടോ. അടുത്തത് 50 + 25 ആണ്. 50യുടെ കൂടെ 20 വന്ന 70 ആയി. 70യുടെ കൂടെ 5 വന്ന 75. 75ന് ഗ്രീൻ കളർ കൊടുക്കുക. അടുത്തത് 28 + 21 ആണ്. 20 വന്ന 40 ആയി. 1 വന്ന 9 ആയി. അപ്പൊ എത്രയാ? 49 ആണ്. 49 ഏത് കളറാ കൊടുക്കേണ്ടത്? റെഡ് കളർ കൊടുക്കുക കേട്ടോ. റൈറ്റ് ദ ആൻസേഴ്സ് ഫ്രം ദ സ്മോളസ്റ്റ് ടു ദ ലാർജ്. ഉത്തരങ്ങള് ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതാൻ പറഞ്ഞിരിക്കുകയാണ്. ഏറ്റവും ചെറിയ നമ്പർ ഏതാണ്? 38 ആണ്. അടുത്തത് 39, അടുത്തത് 49, അടുത്തത് 75, അടുത്തത് 79. ഇങ്ങനെ എഴുതുക കേട്ടോ. അടുത്ത ആക്ടിവിറ്റി ലെറ്റ്സ് കളർ ദ സ്റ്റാർസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കളർ ദി സ്റ്റാർസ് സെയിം കളർ ഫോർ ഈക്വൽ സംസ് എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. സ്റ്റാറുകൾക്ക് നിറം നൽകാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒരേ തുക വരുന്നതിന് ഒരേ നിറം കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പൊ എല്ലാത്തിനെയും സമ്മുകൾ കാണണം. എന്നിട്ട് എന്ത് ചെയ്യുക? ഒരേ സമ്മുകൾ വരുന്നതിന് ഒരേ നിറം കൊടുക്കുക കേട്ടോ. ഫസ്റ്റ് 49 + 49 ആണ്. അപ്പൊ ആഡ് ചെയ്യേണ്ട മെത്തേഡ് പറഞ്ഞല്ലോ. എന്ത് ചെയ്താൽ മതി? 40 + 40 ചെയ്യാം. 80 വരും. 9 + 9 ചെയ്യാം. 18 കിട്ടും. 40 + 18 എന്ന് പറഞ്ഞാൽ 98. ഇതുപോലെ ആഡ് ചെയ്യുക കേട്ടോ. ഞാൻ ഇവിടെ ഉത്തരം മാത്രമേ പറയുന്നുള്ളൂ. നിങ്ങൾ ഞാൻ പറഞ്ഞ മെത്തേഡിൽ ആഡ് ചെയ്ത് നിങ്ങൾ സ്വയം നോക്കണം കേട്ടോ. അപ്പൊ എത്ര വരിക? 49 + 49 98 ആണ് ഫസ്റ്റ് സ്റ്റാറിന്. അടുത്തത് 42 + 44 ആണ്. എത്രയാണ് വരിക? 86 വരും കേട്ടോ. അടുത്തത് 30 + 34 ആണ്. 64 ആണ് ഉത്തരം വരിക. അടുത്തത് 30 + 40 70 ആണ് ആൻസർ വരിക. അടുത്തത് 38 + 48 86 ആണ് ആൻസർ വരിക. 53 + 45 98 ആണ് ആൻസർ വരിക. 38 + 32 70 ആണ് ആൻസർ വരിക. 28 + 36 64 ആണ് ആൻസർ വരിക. അപ്പൊ ഏതൊക്കെ സ്റ്റാറുകൾക്കാണ് ഒരേ നിറം കൊടുക്കേണ്ടത്? 49 + 49 98 ആയിരുന്നു. 53 + 45 98 ആണ് അല്ലെ. ആ രണ്ട് സ്റ്റാർസിനും ഒരേ നിറം കൊടുക്കാം. അടുത്തത് 42 + 44 86 ആണ്. പിന്നെ ഏതാണ് 86 എന്ന സമ്മ കിട്ടുന്നത്? 38 + 48 86 ആണ് അല്ലെ. ഒരേ നിറം കൊടുക്കുക. അടുത്തത് 30 + 34 64 ആണ്. 64 എന്ന സമ്മ വരുന്ന സ്റ്റാർ വേറെ ഏതാണ്? 28 + 36 അതും 64 ആണ്. ഒരേ നിറം കൊടുക്കുക കേട്ടോ. അടുത്തത് 30 + 40 70 അല്ലേ. 70 എന്ന സമ്മ വരുന്നത് വേറെ ഏതാണ്? 38 + 32 70 ആണ് അല്ലെ. ഒരേ നിറം കൊടുക്കുക കേട്ടോ. അടുത്ത ആക്ടിവിറ്റി ഡബിൾ ദ ലാർജസ്റ്റ് നമ്പർ ഇൻ ഈച്ച് സെറ്റ് ആൻഡ് റൈറ്റ് ഇറ്റ് ഇൻ ദ മിഡിൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓരോ സെറ്റിലെയും ഏറ്റവും വലിയ നമ്പറിന്റെ ഡബിൾ കണ്ടെത്തിയിട്ട് അത് മിഡിലിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് സെറ്റില് ഏറ്റവും ലാർജസ്റ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ 82 അല്ലേ. അപ്പൊ 82ന്റെ ഡബിൾ എന്ന് പറഞ്ഞാൽ എത്രയാ വരിക? 82 + 82 എത്ര വരിക? 164 ആണ് വരിക അല്ലെ. 164 എന്ന് മിഡിലിൽ എഴുതുക കേട്ടോ. അടുത്തത് സെറ്റില് ലാർജസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് 54 ആണ്. 54ന്റെ ഡബിൾ എന്ന് പറഞ്ഞാൽ 54 + 54 108 ആണ്. 108 എന്ന് നടുവിൽ എഴുതുക. അടുത്ത സെറ്റില് ലാർജസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് 99 ആണ്. 99ന്റെ ഡബിൾ എന്ന് പറഞ്ഞാൽ എത്ര വരിക? 99 + 99 198 ആണ് കിട്ടുക കേട്ടോ. ആഡ് ചെയ്ത് നോക്കണേ. 198 എന്ന് നടുക്കിൽ എഴുതുക കേട്ടോ. അടുത്ത സെറ്റില് ലാർജസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് 85 ആണ്. 85ന്റെ ഡബിൾ എന്ന് പറഞ്ഞാൽ 85 + 85 170 ആണ്. മിഡില് 170 എന്ന് എഴുതുക കേട്ടോ. നെക്സ്റ്റ് ആക്ടിവിറ്റി വെൻ ആഡഡ് ആഡ് 5 to the numbers in the circles and write them in the boxes എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് സർക്കിളുകളിലുള്ള നമ്പേഴ്സിന്റെ കൂടെ ഒരു 5 കൂട്ടിയിട്ട് ബോക്സുകളിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പൊ ആദ്യത്തെ 85ന്റെ കൂടെ 5 ആഡ് ചെയ്താൽ 90 കിട്ടും. 90 എന്ന ബോക്സിൽ എഴുതുക. 35ന്റെ കൂടെ 5 ആഡ് ചെയ്താൽ 40 എന്ന് എഴുതുക. 65ന്റെ കൂടെ 5 ആഡ് ചെയ്താൽ 70. 45ന്റെ കൂടെ 5 ആഡ് ചെയ്താൽ 50. 55ന്റെ കൂടെ 5 ആഡ് ചെയ്താൽ 60. 75ന്റെ കൂടെ 5 ആഡ് ചെയ്താൽ 80. 5ന്റെ കൂടെ 5 ആഡ് ചെയ്താൽ 10. 15ന്റെ കൂടെ 5 ആഡ് ചെയ്താൽ 20. 95ന്റെ കൂടെ 5 ആഡ് ചെയ്താൽ 100. 25ന്റെ കൂടെ 5 ആഡ് ചെയ്താൽ 30. സ്പെഷ്യൽ അബൌട്ട് ദ നമ്പേഴ്സ് യു ഗോട്ട് റൈറ്റ് ഇറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് കിട്ടിയ നമ്പേഴ്സിന്റെ പ്രത്യേകത എന്താണ് അത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. നമുക്ക് കിട്ടിയ നമ്പേഴ്സ് ഏതൊക്കെയാണ്? 90, 40, 70, 50, 60, 80, 10, 20, 100, 30 ആണ് അല്ലെ. ഇതൊക്കെ എന്താ പ്രത്യേകത? ദേ ഓൾ എൻഡ് ഇൻ 0 ആണ് അല്ലെ. 0-ലല്ലേ ഇത് അവസാനിക്കുന്നത് എല്ലാ നമ്പേഴ്സും. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ദേ ആർ ഓൾ മൾട്ടിപ്പിൾസ് ഓഫ് 10 ആണ് കേട്ടോ. എല്ലാ നമ്പേഴ്സും 10ന്റെ ഗുണിതങ്ങളാണ് കേട്ടോ. ഇതോടുകൂടി ഈ യൂണിറ്റ് കഴിഞ്ഞു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് യൂണിറ്റ് 6 ഫോറസ്റ്റ് ഫെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, ബൈ.